എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ഏതവന്റെ കൂടെയാടി നീ അവളെ പറഞ്ഞയച്ചത്? അത് പിന്നെ ഇനിയും എന്നോട് കള്ളം പറഞ്ഞ നീ ജീവനോടെ ഉണ്ടാവില്ല, അറിയാലോ എന്നെ. തരുൺ സാർ അവളെ കാണാൻ വന്നപ്പോ അവളെ പറഞ്ഞത് അവൾക്കൊന്ന് പുറത്തു പോകണമെന്ന്. തരുണിന്റെ കൂടെയാണ് അവൾ പോയതെന്ന് കേട്ടതോടെ ദേവിന്റെ ദേഷ്യം ഇരട്ടിയായി. അവൻ ഒന്നും പറയാതെ ഫോൺ കട്ടാക്കി. അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് നന്ദുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൾ വേറൊരു പുരുഷന്റെ കൂടെ പോയതിലുള്ള ദേഷ്യം ആയിരുന്നില്ല അവന്, ചാരുവിനെ അവന് നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു. ഈശ്വര, ആ കണ്ടമൃഗം ഒന്നും പറയാതെയാണല്ലോ ഫോൺ വെച്ചിരിക്കുന്നേ. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നേ? അവർ പോയ വിവരം അപ്പോഴേക്കും എങ്ങനെ അയാൾ അറിഞ്ഞത്? എന്തായാലും അവരൊന്ന് വിളിച്ചു നോക്കാം. നന്ദു തരുണിന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു. ഹലോ, നിങ്ങളെവിടെയാ? നന്ദു പരവേശത്തോടെ ചോദിച്ചു. ഞങ്ങളിതാ ഇപ്പൊ എത്തും, ഒരു 10-15 മിനിറ്റ്. ഒന്ന് വേഗം വാട്ടോ. എന്തു പറ്റി നന്ദന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം, നിങ്ങൾ സംസാരിച്ച് നിൽക്കാതെ ഒന്ന് വേഗം വാ. ഹാ, ഓക്കെ. തരുൺ ഫോൺ കട്ടാക്കി വണ്ടി ഒന്നുകൂടെ സ്പീഡിലെടുത്തു. പക്ഷെ അവർ വീട്ടിലെത്തുന്ന മുന്നേ തന്നെ ദേവ് നന്ദുവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടതും ചാരും തരുണുമായിരിക്കുമെന്ന് കരുതി അവൾ ഓടി പുറത്തേക്ക് വന്നു നോക്കി. പക്ഷേ വണ്ടിയിൽ നിന്നും ദേവ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അവളുടെ ഉള്ളം ഭയം കൊണ്ട് നിറഞ്ഞു. കണ്ണുകളിൽ ഇരുട്ട് കയറി. ദേവ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്കൊന്നും കയറാതെ വണ്ടിയിൽ ചാരി തന്നെ നിന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ തരുണും ചാരുവും അവിടെ എത്തി. ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങിയ ചാരു കാറിൽ ചാരി നിൽക്കുന്ന ദേവിനെ കണ്ടതും അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകാനൊരുങ്ങി. ചാരു, നിൽക്ക്. അവൻ അവളുടെ കൈ പിടിച്ചു. വിടെന്നെ, എന്തിനാ നിങ്ങൾ ഇവിടേക്ക് വന്നത്? അവൾ അവന്റെ കൈ തട്ടിമാറ്റി. നിന്നെ കൊണ്ടുപോവാൻ, അവൻ സൗമ്യതയോടെ പറഞ്ഞു. അവൾ വരുന്നില്ല. തരുൺ അവർക്കിടയിലേക്ക് വന്നു. അത് പറയാൻ നീ ആരാടാ പഞ്ഞം മോനെ? ദേവ് തരുണിന്റെ കോളറിൽ പിടിച്ചു. ഞാൻ ആരാണെന്ന് അവൾ നിനക്ക് പറഞ്ഞു തരും. അവൾ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം വരുന്നില്ല എന്ന് തന്നെയാ. തരുൺ അവന്റെ ഷോൾഡറിൽ നിന്നും ദേവിന്റെ കൈ ഫലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് പതിയെ പറഞ്ഞു. അവിടെ വെച്ചൊരു കയ്യാങ്കളി നടത്തിയ ചാരുവിന് അവനോടുള്ള ദേഷ്യം ഇനിയും കൂടുമെന്ന് അവന് അറിയാവുന്നത് കൊണ്ട് ദേവ് സ്വയം നിയന്ത്രിച്ചു നിന്നു. ദേ, ഇവളുടെ കഴുത്തിൽ കിടക്കുന്നതേ ഞാൻ കെട്ടിയ താലിയാ. എന്തായാലും അതിനേക്കാൾ കൂടുതൽ അധികാരവും ബന്ധവും ഒന്നും നിനക്കില്ലല്ലോ. ആ താലി ഇനിയും അധിക നാൾ ഇവരുടെ കഴുത്തിൽ ഉണ്ടാവില്ലടാ. ഓ, അതില്ലാതെ ആവുമ്പോഴല്ലേ, അത് നമുക്ക് അപ്പം നോക്കാട്ടോ. ഇപ്പൊ മാറി നിൽക്ക്. ചാരു, വാ, ഒന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ എവിടേക്കും വരുന്നില്ല, എന്നെ വെറുതെ വിട്ടേക്ക്. ചാരു, പ്ലീസ്, വെറുതെ വാശി പിടിക്കല്ലേ. അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുക. ഭരതയുടെ ആരതി ചേച്ചിയുടെയും കല്യാണം ആവാനായതല്ലേ, അപ്പൊ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. നീ വന്നാലേ അതെല്ലാം തുടങ്ങുകയുള്ളൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക വരദ. വരദയെക്കുറിച്ച് പറഞ്ഞപ്പോ ചാരുവിന് മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായി. കാരണം കല്യാണം കഴിഞ്ഞുള്ള തന്റെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും എല്ലാം വിപരീതമായി പലതും സംഭവിച്ചപ്പോ അതിൽ കുറച്ചെങ്കിലും ആശ്വാസം പകർന്നത് വരദയാണ്. താൻ എന്തു പറഞ്ഞിട്ടു കാര്യമില്ല, അവൾ എവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കുറെ കാലം അവൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും വേണ്ടി ജീവിച്ചതല്ലേ. നന്ദു മുന്നോട്ട് വന്നു. അവൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൾ പറയട്ടെ. നീ വരാതെ എന്തായാലും വരദ ആ പടി ഇറങ്ങില്ല. അവൾക്കൊരു ജീവിതം ലഭിക്കേണ്ട എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ വരണ്ട. അവളുടെ വൈകാരികതയെ ഉണർത്തിയാലല്ലാതെ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ അതിനായി പരമാവധി ശ്രമിച്ചു. ഞാൻ വരാം, പക്ഷേ എനിക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ചാരുവിന്റെ വാക്കുകൾ ദേവിന് അവിടെ നിന്ന് തുള്ളിച്ചാടാനാ തോന്നിയത്. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു. ചാരു, നീ? നന്ദുവിന് വേവലാതി കൂടി. ഇല്ല നന്ദു, വരദ എനിക്കങ്ങനെ അവഗണിക്കാൻ കഴിയില്ല. ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നതിൽ ഒരു വലിയ പങ്ക് അവൾക്കുണ്ട്. എന്നാലും ഈ ഒരു അവസ്ഥയിൽ വീണ്ടും നീ ആ വീട്ടിലേക്ക് പോവേണ്ട. തരുൺ കുറച്ച് അധികാരത്തോടെ പറഞ്ഞതും ദേവ അവനെ രൂക്ഷമായി നോക്കി. ഞാനിപ്പോ ഓക്കെയാണ് സർ, എനിക്കിപ്പോ പോയേ പറ്റൂ. വരദയുടെയും ആരതി ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞ് അവരെ പടി ഇറങ്ങുന്ന നിമിഷം ഞാനും ഇറങ്ങും. ചാരുവിന്റെ വാക്കുകൾ കേട്ട് ദേവ് പുച്ഛത്തോടെ വാപ്പൊത്തി തരുണിനെ നോക്കി. എന്നാ വാ, പോവാം. ദേവ് സൗമ്യതയോടെ പറഞ്ഞു. ഞാൻ എന്റെ നിബന്ധനകൾ പറഞ്ഞില്ല. നീ പറയുന്ന എന്ത് നിബന്ധനയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊക്കെ നമുക്ക് പോകുമ്പോ പറയാം. നീ വണ്ടിയിൽ കയറ്. പറ്റില്ല,
അതെല്ലാം പറഞ്ഞ് തീരുമാനമാക്കിയിട്ടേ ഞാൻ വരികയുള്ളൂ. എന്നാ പറയൂ. നിങ്ങൾ കെട്ടിയ ഈ താലി എന്റെ കഴുത്തിലുണ്ടോ എന്നുള്ളത് ശരിയാ. പക്ഷേ ഒരു പ്രാവശ്യം പോലും ഭർത്താവെന്ന അധികാരം വെച്ച് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഞാൻ ഒരു മുറിയിൽ കഴിയില്ല. എനിക്ക് വേറെ റൂം വേണം. എല്ലാം സമ്മതം. ഞാൻ നിന്റെ കൺമുന്നിലേക്ക് വരില്ല. കുറച്ച് വേദനയോടെ ആണെങ്കിലും അവനത് പറഞ്ഞു. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടെ. എന്നെ ഇപ്പൊ നേരെ വീട്ടിലേക്കല്ല, ഒരു വക്കീലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. വക്കീലിന്റെ അടുത്തേക്കോ? അതെന്തിനാ? ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ. ഡിവോഴ്സോ? നീ ഇതെന്താ പറയുന്ന ചാരു? ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ. എടുത്തു ചാടിയോ? ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. സ്വന്തം കാമുകിക്ക് വേണ്ടി എന്റെ കുഞ്ഞിനെ കൊന്ന നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. മാത്രമല്ല, നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നാൻ അതിന് തക്കതായ എന്തെങ്കിലും സന്തോഷവും സ്നേഹവും നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ടോ? വേദനകൾ മാത്രം സമ്മാനിച്ച നിങ്ങളുടെ ഭാര്യ പദവിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് മോചനം വേണം. അവളൊട്ടും പ്രതീക്ഷിക്കാതെ കേൾക്കുന്ന വാക്കുകൾ ദേവിന്റെ ഹൃദയത്തെ കീറി മുറിച്ചോ. അവളില്ലാതെ ജീവിക്കുക എന്നത് അവന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. അവൻ കണ്ണുകൾ നിറച്ച് അവളെ നോക്കി. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് മറുപടി വേണം. അത് പിന്നെ ഞാൻ. അവൻ വാക്കുകൾക്കായി പരതി. നിങ്ങൾക്ക് അതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാനുള്ളേ? ഞാൻ ഒഴിവായി തന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷയെ വിവാഹം ചെയ്തൂടെ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തത്? ചാരു, നീ വിചാരിക്കുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ. വേണ്ട, എനിക്കിനി അതേക്കുറിച്ച് ഒരു വിശദീകരണവും കേൾക്കണ്ട. ഞാൻ പറഞ്ഞ നിബന്ധനകളെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഇല്ലെങ്കിൽ വെറുതെ സമയം എനക്കെടുത്താതെ പോവാൻ നോക്ക്. സമ്മതമാണ്. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലിക്കാൻ ഞാൻ തയ്യാറാണ്. 1000 അമ്പുകൾ ഹൃദയത്തിൽ കുത്തിയിറക്കുന്ന വേദനയോടെയാണെങ്കിലും അവൻ അത് പറഞ്ഞു. നന്ദു, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ വിളിക്കാം. ഈ നരക ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാനാണല്ലോ അവൾ പോകുന്നതെന്ന് ഓർത്തപ്പോ നന്ദുവിന്റെ മനസ്സിൽ തെല്ലൊന്ന് ആശ്വാസപ്പെട്ടു. തരുൺ സാറിനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. അവൻ നേരെ പോയത് അവരുടെ ഫാമിലി വക്കീലും ആരതിയുടെ സീനിയറുമായിരുന്ന ജാക്കബ് വക്കീലിന്റെ അടുത്തേക്കാണ്. ആരിത്? ദേവ് സാർ, കുറെ ആയല്ലോ ഈ വഴിക്കൊക്കെ. ബിസിനസ് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ? വാ ഇരിക്ക്. ഇത് വൈഫാണല്ലേ? അന്ന് കല്യാണത്തിന് കണ്ടൊരു ഓർമ്മയുണ്ട്. എന്തോ പറ്റി? എന്താ ഇപ്പൊ രണ്ടാളും കൂടെ വന്നേ? അത് പിന്നെ സാർ, ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ, ദേവ് വിറയിലൂടെ പറഞ്ഞു. ഓ, നിങ്ങളെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു കാര്യം അത് തന്നെ ആയിരിക്കുമെന്ന്. അന്ന് കല്യാണത്തിന്റെ സമയത്ത് തന്നെ സാർ പറഞ്ഞിരുന്നല്ലോ ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്, 1 വർഷത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് ഉണ്ടാകുമെന്നൊക്കെ. അയാളത് പറഞ്ഞതും ചാരു പുച്ഛത്തോടെ ദേവിനെ നോക്കി. എന്തായാലും 2 പേരെ ഇത് സൈൻ ചെയ്തോളൂ. അയാൾ ഷെൽഫിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അവർക്ക് അരികിലേക്ക് വെച്ചു കൊടുത്തു. ചാരു തന്നെ ആദ്യം ഒപ്പിടാനായി പേനയെടുത്തു. വിവാഹം കഴിഞ്ഞതു മുതലുള്ള 1 വർഷം അവളുടെ മനസ്സിലേക്ക് ഒരു സിനിമ പോലെ ഓടിയെത്തി. ഏറെ വേദനകളും യാതനകളും സഹിച്ചെങ്കിലും അതിലെവിടെയൊക്കെയോ പ്രണയത്തിന്റെ കുളിരാർന്ന ഓർമ്മകളും ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ കുഞ്ഞിന്റെ നഷ്ടം ആ മധുരമെല്ലാം മായ്ച്ചു കളഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ അതിൽ ഒപ്പിട്ടു. അടുത്തത് ദേവിന്റെ ഊഴമാണ്. അവൻ പേനയെടുത്ത് ചാരുവിനെ നോക്കി. പക്ഷെ അവൾ അവനെ നോക്കിയതേയില്ല. കണ്ണുകൾ മുറുക്കി ചിമ്മി അവനും അതിൽ ഒപ്പിട്ടു. അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ പേപ്പറിലേക്ക് ഉറ്റി വീണു. ഇനി 1 മാസം കൂളിംഗ് ഓഫ് പീരീഡ് ആണ്. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒത്തുപോകാൻ കഴിയുമെന്ന് അവസാനമായി ശ്രമിക്കാൻ കോടതി നൽകുന്ന സമയം. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല, പക്ഷെ നമ്മുടെ നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വരണം. അപ്പൊ കോടതിയിൽ വെച്ച് വിധി പറയും. 2 പേർക്കും ഡിവോഴ്സ് വേണമെന്ന് തന്നെ പറയുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും. ഓക്കെ സാർ, ഞങ്ങൾ ഇറങ്ങിട്ടെ എന്നാ. അവർ അവിടെ നിന്നും ഇറങ്ങി. വീട്ടിലെത്തുന്നവരെ 2 പേരും ഒന്നും മിണ്ടിയില്ല. ചാരു വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും വരത ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. വാ ചേച്ചി, അകത്തേക്ക് കയറ്. അവൾ ചാരുവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് സരോജിനി കയ്യിൽ ആരതിയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി പൂമുഖത്തേക്ക് വന്നത്. ചാരുവിന് ആ കാഴ്ച വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. തുടരും.